കേരളം എന്ന ഒരു വാക്ക് ഒന്ന് പറഞ്ഞു കേൾക്കാൻ ഇന്ന് ലോക്സഭയിൽ ബജറ്റ് അവതരണ വേളയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒന്നടങ്കം പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു. ഇതെല്ലാ തവണയും പറയുന്ന പോലല്ല, ഈ തവണ വളരെ വ്യക്തമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള അവഗണനയാണ് കേരളത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. എയിംസ് ഇല്ല, വിഴിഞ്ഞമില്ല, ആയുർവേദത്തെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിലെങ്കിലും കേരളത്തെ പരിഗണിക്കുമെന്ന് വിചാരിച്ചു. കാരണം കേരളം ഇന്ത്യ രാജ്യത്തെ ആകെ എടുത്താൽ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് കേരളം. പ്രത്യേകിച്ച് കോട്ടക്കൽ പോലുള്ള കേരളത്തിലെ അതുപോലെ മറ്റു പ്രദേശങ്ങളും ആയുർവേദത്തിൻ്റെ മാപ്പിൽ ലോകത്ത് തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ലോക മാപ്പിൽ കേരളമുണ്ട്. പക്ഷേ ഈ ബജറ്റിൽ അതും കണ്ടില്ല. മാത്രവുമല്ല, തീരദേശ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ പൊന്നാനി പോലുള്ള പ്രദേശങ്ങളിൽ പലതും ചെയ്യാമായിരുന്നു. അവിടെ ഒന്നും കേരളം പറഞ്ഞില്ല. നാളികേരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ കേരളം പറയുന്നു വിചാരിച്ചു. കേരളത്തിൻ്റെ പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് നാളികേരത്തിൽ നിന്നാണെന്ന് ഒരു പക്ഷേ ഇവർക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. കേരളമാണ് ആ നാളികേരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനം. പക്ഷേ അവിടെയും കേരളം പറഞ്ഞില്ല. നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെ എന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിലും കേരളം പറഞ്ഞില്ല. അതുപോലെ കേരളത്തെ പറയേണ്ട പല ഘട്ടങ്ങളും കേരളത്തിന് നേരെ മുഖം തിരിഞ്ഞ സമീപനമാണ്. രാഷ്ട്രീയം നോക്കിയുള്ളതാണ്, രാഷ്ട്രീയ സാധ്യതകൾ നോക്കിയിട്ടുള്ളതാണ്. അല്ലാതെ അതോടൊപ്പം ഇടയ്ക്കിടെ എല്ലാവരുടെയും വികസനം എന്ന് ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ ജനസമൂഹങ്ങളുടെയും ഒന്നിച്ചുള്ള അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരടക്കം അവരൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുള്ള പല മേഖലകളിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഗവൺമെൻറ് തീരുമാനിച്ച ചില പ്രത്യേക പരിഗണനകൾ വെച്ചുള്ള ഒരു ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ ജനാധിപത്യത്തെയോ നമ്മുടെ ബഹുസ്വരതയെയോ പാലിക്കുന്ന ഒരു ബജറ്റല്ല.